ഹലോ എവരി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയും സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം. ജാവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സി ഷാർപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CPP പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതുപോലെ കമ്പയർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് പോയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജാവ, എന്താണ് സി ഷാർപ്പ്, എവിടെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ. ജാവ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു റോബസ്റ്റ് ലാംഗ്വേജ് ആണ്, സെക്യൂർഡ് ആണ്, പ്ലസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ്. എന്നാൽ സി ഷാർപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പ്ലസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടെയാണ്. ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒറാക്കിളാണ്. സി ഷാർപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. മാത്രമല്ല സി ഷാർപ്പ് .NET ഫ്രെയിം വർക്കിലാണ് റൺ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റ്, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ പ്ലാറ്റ്ഫോമിനകത്ത് റൺ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. JRE അഥവാ ജാവ റൺ ടൈം എൻവയറോൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ജാവ പ്ലാറ്റ്ഫോമിനകത്ത് ഇത് റൺ ചെയ്യുന്നത്. എന്നാൽ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് CLRലാണ് റൺ ചെയ്യുന്നത്, കോമൺ ലാംഗ്വേജ് റൺ ടൈം CLR. അതിനനുസരിച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ട് ഉള്ളത്. പിന്നെ ജാവൻ്റെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളതാണ്. എന്നാൽ സി ഷാർപ്പിൻ്റെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത് അൺസേഫ് ആണ്. കാരണം നമ്മൾ ഈ ടൈപ്പ് സേഫ്റ്റി നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡാറ്റ ടൈപ്പ് ആയാലും ശരി, അതിൻ്റെ ടൈപ്പ് സേഫ്റ്റി നോക്കുന്നത് സി ഷാർപ്പിനകത്ത് കമ്പൈലർ ടൈമിലാണ് അതിനകത്ത് വാലിഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അൺസേഫായിട്ട് മാറാറുണ്ട്. എന്നാൽ ജാവൻ്റെ ടൈപ്പ് സേഫ്റ്റി സേഫാണ്. പിന്നെ ജാവക്കകത്ത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് വരുമ്പോൾ അത് പാസ് ബൈ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പ്രിമിറ്റീവ് ടൈപ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, പാസ് ബൈ വാല്യൂ ആയിട്ട് കൊടുക്കുന്ന ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിനെ ജാവക്കകത്ത് പ്രിമിറ്റീവ് ടൈപ്സ് എന്നാണ് പറയുക. എന്നാൽ സി ഷാർപ്പിനകത്ത് ഇത്തരം ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിനെ പാസ് ബൈ വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനെ സിമ്പിൾ ടൈപ്സ് എന്നും പറയും. പിന്നെ അറേസ് ഇൻ ജാവ ആർ ഡയറക്റ്റ് സ്പെഷ്യലൈസേഷൻ ഓഫ് ഒബ്ജക്ട്സ്. ജാവക്കകത്ത് ഒബ്ജക്റ്റിൻ്റെ ഡയറക്റ്റ് സ്പെഷ്യലൈസേഷനായിട്ടാണ് നമ്മൾ അറേസിനെ പറയുന്നത്. എന്നാൽ സി ഷാർപ്പിനകത്ത് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യലൈസേഷനായിട്ടാണ് അറേ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ജാവ ഡസ് നോട്ട് സപ്പോർട്ട് കണ്ടീഷണൽ കമ്പൈലേഷൻ. ജാവക്കകത്ത് കണ്ടീഷണൽ കമ്പൈലേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ സി ഷാർപ്പിനകത്ത് കണ്ടീഷണൽ കമ്പൈലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ജാവക്കകത്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ സി ഷാർപ്പിനകത്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജാവക്കകത്ത്, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സ്ട്രക്ചേഴ്സ്, യൂണിയൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് സ്ട്രക്ചേഴ്സും യൂണിയൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ജാവക്കകത്ത് ചെക്ക്ഡ് എക്സെപ്ഷൻ, അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സി ഷാർപ്പിനകത്ത് അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് ജാവയും സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാം. ജാവ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്ലസ് റോബസ്റ്റ്, സെക്യൂർഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി ഷാർപ്പും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു മോഡേൺ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒറാക്കിളാണ്. സി ഷാർപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. അത് റൺ ചെയ്യുന്നത് .NET ഫ്രെയിം വർക്കിലുമാണ്. പിന്നെ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് JREയുടെ ഹെൽപ്പോടുകൂടി ജാവ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സി ഷാർപ്പിൻ്റെ കേസ് വരുമ്പോൾ അത് CLRന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ജാവൻ്റെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത് സേഫും സി ഷാർപ്പിൻ്റെ ടൈപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത് അൺസേഫുമാണ്. പിന്നെ ജാവക്കകത്ത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് പാസ് ബൈ വാല്യൂ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രിമിറ്റീവ് ടൈപ്സ് എന്നാണ് പറയുക. എന്നാൽ സി ഷാർപ്പിനകത്ത് ഇത്തരം ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിനെ പാസ് ബൈ വാല്യൂ വെച്ച് ചെയ്യുമ്പോൾ അതിനെ സിമ്പിൾ ടൈപ്സ് എന്നും പറയും. പിന്നെ ജാവക്കകത്തുള്ള അറേസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സിൻ്റെ ഡയറക്റ്റ് സ്പെഷ്യലൈസേഷനാണ്.
സി ഷാപ്പിൻ്റെ എന്താ പറയുക, സി ഷാപ്പിൽ നമ്മൾ അരേസിനെ സിസ്റ്റത്തിൻ്റെ സ്പെഷ്യലൈസേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ജാവക്കകത്ത് കണ്ടീഷണൽ കമ്പൈലേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സി ഷാപ്പിനകത്തോ കണ്ടീഷണൽ കമ്പൈലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ് എന്താ, ജാവ ഡസ് നോട്ട് സപ്പോർട്ട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ജാവക്കകത്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ സി ഷാപ്പിനകത്തോ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ജാവക്കകത്ത് സ്ട്രക്ചേഴ്സ് യൂണിയൻസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ സി ഷാപ്പിനകത്ത് സ്ട്രക്ചേഴ്സും യൂണിയൻസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നെക്സ്റ്റ് പോയിൻ്റ്. പിന്നെ ജാവക്കകത്ത് ചെക്ക്ഡ് എക്സെപ്ഷന് അൺചെക്ക്ഡ് എക്സെപ്ഷനൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ സി ഷാപ്പിനകത്ത് അൺചെക്ക്ഡ് എക്സെപ്ഷൻ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജാവയും സി ഷാപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ചില ഏരിയകളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സി ഷാപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. ആദ്യം എന്തായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു സി ഷാപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്ത് എന്താ ചെയ്തത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ചെയ്തു, ഡിസഡ്വാൻറ്റേജസ് ചെയ്തു. ഇത് നമ്മളിപ്പോൾ ഓരോന്ന് കമ്പയർ ചെയ്തു. ഇത്രയൊക്കെയാണ് സി ഷാപ്പിനകത്ത് പറയാനുള്ളത്. അപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.